ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൻ. ഇന്ന് നമുക്ക് പൈനാപ്പിൾ വെച്ചിട്ട് പച്ചടി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 1.5 കപ്പോളം പൈനാപ്പിൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറുതായിട്ട് വേണം പച്ചടിക്ക് അരിഞ്ഞെടുക്കാൻ. ഇനി ഇത് ഈ ചട്ടിയിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞങ്ങൾ പച്ചടിക്ക് സാധാരണ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇതിന് വേണ്ടത് 1.5 കപ്പ് തൈരാണ്. ഇത് കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്, ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത തൈര്. ഇത് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 2 ചുവന്നുള്ളിയും 1 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കടുക് ചതച്ചതാണ്. ഞാൻ 1 ടേബിൾ സ്പൂണ് കടുക് ഇടികല്ലിലിട്ട് ചതച്ചെടുത്തതാണ്. കടുക് ഒത്തിരി അരഞ്ഞാൽ ഒരു കയ്പ്പരസം വരും പച്ചടിക്ക്. ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, അതല്ലെങ്കിൽ തേങ്ങ അരച്ചതിന് ശേഷം കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഈ അരപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനുള്ളിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. വെള്ളം നല്ലോണം വറ്റി വരണം ഈ അരപ്പിനുള്ളിൽ. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ചെറുതായിട്ട് ചൂടാറിയതിനു ശേഷം നമുക്ക് തൈര് ചേർക്കാം. ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തൈര് പിരിഞ്ഞു പോവും. അതുകൊണ്ട് സ്വല്പം ആറിയതിനു ശേഷം തൈര് ചേർക്കാം. തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വറുത്തെടുത്തത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക, ഒരുപാട് ഇഷ്ടമാകും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.